ഹായ്, ഇന്നൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ ചക്കയാണ്. ഇത് 2 ദിവസം മുൻപ് അടുത്ത ചക്കയാണ്. ഇന്ന് നോക്കിയപ്പോഴേക്കും നന്നായിട്ട് പഴുത്തായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് എന്താ ചെയ്യുകയെന്ന് ആലോചിച്ചപ്പോഴാണ് ഈ ഒരു ചക്കയുടെ ഓർമ്മ വന്നത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഉടനെ തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങി. അപ്പോൾ ഇതിന് ഈ ഒരു ചക്കട ഉണ്ടാക്കാൻ നമുക്ക് അരിപ്പൊടിയാണ് വേണ്ടത്. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അരിപ്പൊടിയാണ് നമുക്കിതിന് വേണ്ടത്. അരിപ്പൊടിയും പിന്നെ നമ്മൾ ഈ ഒരു ചക്കയുടെ പീസിനെ നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. ആ ഒരു മിക്സും ഈ ഒരു അരിപ്പൊടിയും നമ്മൾ നന്നായിട്ട് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന ആ ഒരു രീതിയിൽ തിക്കായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ കുഴച്ചെടുക്കുകയാണ് ഇവിടെ. അപ്പം ഇനി ഇത് ലൂസ് ആവാനായിട്ട് പാടില്ല. അഥവാ നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് ലൂസ് ആവുകയാണെങ്കിൽ നമ്മൾ കുറച്ച് അരിപ്പൊടി കൂടി ചേർത്തൊന്ന് ബാലൻസ് ചെയ്തെടുത്താൽ മതിയാവും. പിന്നെ വേണ്ടത് 1 സ്പൂണ് ഗീയാണ്, നെയ്യ്. എന്തിനാണ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനൊരു നല്ലൊരു സ്മെല്ല് കിട്ടാനും പിന്നെ നമ്മളിത് ഇലയിലേക്ക് പരത്തുന്ന സമയത്ത് പെട്ടെന്ന് ഇളകി വരാനും വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് ആ ഒരു സോഫ്റ്റാക്കി എടുക്കുക. അപ്പോൾ ഇത്രയും ആക്കിയതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് വാഴയിലയും നമ്മൾ കട്ട് ചെയ്തെടുത്ത വാഴയിലകളും പിന്നെ ശർക്കരയും തേങ്ങ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ എടുത്താൽ മതിയാവും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. വാഴയില നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം ജസ്റ്റ് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പരത്തുന്ന സമയത്ത് നമ്മൾ കഴിവതും മാക്സിമം തിന്നായിട്ട് തന്നെ പരത്താൻ ശ്രമിക്കണം. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കട്ടി കൂട്ടി പരത്തുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നന്നായിട്ട് വെന്ത് കിട്ടത്തില്ല. അപ്പോൾ അത്രയും തിന്നായിട്ട് പരത്തുകയാണെങ്കിൽ നന്നായിട്ട് എല്ലാ പോർഷനും നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിന്നായിട്ട് തന്നെ പരത്താൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങയും ശർക്കരയും ഒന്ന് ഫില്ല് ചെയ്യുക. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്ര ആയിക്കഴിഞ്ഞാൽ ഇതൊന്ന് ഇളകി വരാത്ത രീതിയിൽ ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് നമ്മളൊരു 15-20 മിനിറ്റ് ഒന്ന് ഒരു സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഇലയട എന്ന് പറയുന്നത്. ഇലയുടെ അല്ല, ചക്ക ഇലയട. അപ്പോൾ ഇത് നമുക്കിനി ഇതുപോലെ ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. അങ്ങനെ എല്ലാം പരത്തിയതിന് ശേഷം നമുക്കിതൊരു 15 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്കൊരു ഏലക്കയുടെ പൊടി കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയി. മാവ് കുഴച്ച സമയത്ത് ഒരു ഏലക്ക പൊടിച്ച് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാഴയിലയിൽ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. ഇതിപ്പം ഞങ്ങളുടെ വീട്ടിൽ വാഴയില ഉള്ളതുകൊണ്ടാണ് വാഴയിലയിൽ ചെയ്തത്. അല്ല, നമ്മൾ ഇലയുടെ ഉണ്ടാക്കുന്ന ഒരു ഇല ഉണ്ടല്ലോ, അതിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവരും സാധാരണ അതിലായിരിക്കും ചെയ്യുന്നതെന്ന് തോന്നും. ഇതിപ്പം ഞങ്ങൾക്കിപ്പം ആ ഇല കിട്ടാത്തത് കൊണ്ടാണ് വാഴയില ഉപയോഗിച്ചത്. നന്നായിട്ട് പഴുത്ത ചക്കയാണ് കേട്ടോ ഈ ഒരു ഇലയിടയ്ക്ക് കൂടുതൽ നല്ലത്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്ത ചക്ക അധികം മധുരമുള്ളതല്ല, അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ശർക്കര ഉപയോഗിച്ചത്. ഇപ്പം നിങ്ങൾ എടുക്കുന്ന ചക്കയ്ക്ക് മധുരം കൂടുതലാണെങ്കിൽ ആ ഒരു ശർക്കരയുടെ അളവ് കുറച്ചാൽ മതിയാവും. അപ്പോൾ ഇത് ചില കുട്ടികൾക്കൊക്കെ എന്ന് വെച്ചാൽ ഒത്തിരിയായിട്ട് പഴുത്ത ചക്ക കഴിക്കാൻ അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ മോളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതുപോലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ ഇലയുടെ മാതിരി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാവും. അത് മാത്രമല്ല, ചക്ക അത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആ ഒരു 15 മിനിറ്റ് കഴിഞ്ഞായിരുന്നു. ഞങ്ങളിത് ഓഫ് ചെയ്ത് ആ ഒരു ചൂട് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു ഇലയൊക്കെ നന്നായിട്ട് വെന്ത് ആ ഒരു ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഒരു സ്മെല്ലാണ്. ആ ഒരു ചക്കയുടെയും പിന്നെ നമ്മൾ ആഡ് ചെയ്ത ആ ഒരു ഗീയുടെയൊക്കെ പിന്നെ വാഴയിലയുടെയും ഒക്കെ ഒരു നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഭയങ്കര ഒരു ടേസ്റ്റാണിത് കഴിക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചക്കയൊക്കെ കിട്ടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, അത്രയും സോഫ്റ്റാണ്, അതുപോലെ തന്നെ ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്